بسم الله الرحمن الرحيم اعلموا أنما الحياة الدنيا لعب وله وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. ജനങ്ങളെ, നിങ്ങൾ അറിയണേ, ഇഹലോക ജീവിതമെന്നാൽ കളിയും വിനോദവും അലങ്കാരവും, നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുമ കാണിക്കലും മാത്രമാണ്. ഒരു മഴ പോലെ അതുമൂലമുണ്ടാകുന്ന ചെടികൾ കർഷകരെ ആശ്ചര്യപ്പെടുത്തി പിന്നീട് അതിനുണക്കം ബാധിക്കുന്നു. അപ്പോൾ അത് മഞ്ഞ നിറമായി പൂണ്ടതായി താങ്കൾക്ക് കാണാം. പിന്നീട് അത് തുരുമ്പായി പോകുന്നു. എന്നാൽ പരലോകത്തതാ ചീത്തയായ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് പരലോകത്ത് കഠിനമായ ശിക്ഷയാണ്. എന്നാൽ നല്ലവർക്കുണ്ടല്ലോ സർവൃത്തരായ ആളുകൾക്ക് അല്ലാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനവും പ്രീതിയുമുണ്ട്. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. എപ്പോഴും ഭൗതികതയോടുള്ള സ്നേഹം, ഓരോന്നോ വാങ്ങിച്ചു കൂട്ടണം, സമ്പാദിച്ചു കൂട്ടണമെന്നല്ലാത്ത ചിന്തയൊന്നും മനുഷ്യനില്ല. ഭൗതികപരമായ ആ പ്രേമത്തിൽ അതാ മനുഷ്യനകപ്പെട്ടുപോയി. എന്നാൽ ഭൗതിക ജീവിതം ചതിക്കുന്ന വഞ്ചനയുടെ ലോകമാണെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ആഖിറത്തേക്കുള്ള മുതൽക്കൂട്ടുകളായി അമലുകൾ ചെയ്തുകൊണ്ട് നമ്മൾ സമ്പാദിച്ചാൽ നാളെ പാരത്രികമായ ലോകത്ത് നമുക്ക് വിജയിക്കാം. നമ്മൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലുള്ള ജനങ്ങൾ എന്ത് ചെയ്യുന്നവരാണെന്നറിയുമോ? പരലോകത്തിലേക്ക് സമ്പാദിക്കുന്നവരാണ്. ഞാനും നിങ്ങളും പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാതെ വെറും ദുന്യവിയായ പ്രേമത്തിൽ, ആലങ്കാരികമായ ദുനിയാവിൻ്റെ പ്രേമത്തിൽ ലയിച്ചുകൊണ്ട് ആഖിറത്ത് മറന്നുകൊണ്ട് ആഖിറത്തിന് വേണ്ടി ഒരു ചെറിയ നന്മ പോലും ചെയ്യാതെ ഭൗതിക ലോകത്ത് നമ്മൾ കുന്നുകൂട്ടുകയാണ്, സന്തോഷങ്ങൾ അമിതമാക്കുകയാണ്. അതാണ് പറഞ്ഞത് ലഹുവും വലഅബ്. എന്താണ്? കളിയും തമാശകളും വിനോദങ്ങളും അലങ്കാരങ്ങളും മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ മടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.